നമസ്കാരം, ഞാൻ റിനോസാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിൽ എംപിമാർ യോജിച്ചു നിൽക്കണമെന്നും സുധീരൻ. അന്യസംസ്ഥാനത്ത് നിന്നും കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതിനെ മനുഷ്യക്കടത്ത് എന്ന് അധിക്ഷേപിക്കരുതെന്ന് ഗവൺമെന്റ് ചീഫ് PC ജോർജ്. സിറ്റി ന്യൂസ് ഇംപാക്ട്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന റാന്നി കരികുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെടുന്നു. സ്കൂളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കുമെന്ന് ഭാരവാഹികൾ. റാന്നി ഇട്ടിയപ്പാറ കോളേജ് റോഡിൽ മദ്യപന്മാരുടെ ശല്യം വർദ്ധിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ മദ്യപന്മാരുടെ അസഭ്യവർഷം. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആവശ്യപ്പെട്ടു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് അടക്കമുള്ള ജനകീയ വിഷയങ്ങളിൽ, തീരദേശ പരിപാലന നിയമത്തിന്റെ അപാകതകൾ തുടങ്ങിയ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിൽ യോജിച്ചു നിൽക്കണമെന്നും സുധീരൻ UDF എംപിമാരോട് പറഞ്ഞു. റെയിൽവേ പൊതുബഡ്ജറ്റുകൾക്ക് മുമ്പായി സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിച്ച നിർദ്ദേശങ്ങൾ എംപിമാർക്ക് നൽകി. UDF എംപിമാരുടെ പ്രത്യേക യോഗത്തിലാണ് സുധീരൻ നിർദ്ദേശങ്ങൾ നൽകിയത്. അന്യസംസ്ഥാനത്ത് നിന്നും കേരളത്തിലെ അനാഥാലയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതിന്റെ പേരിൽ ഏതെങ്കിലും വിഭാഗത്തെ കുറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഗവൺമെന്റ് ചീഫ് PC ജോർജ് പറഞ്ഞു. മനുഷ്യക്കടത്ത് എന്ന വാക്ക് കേരളത്തിൽ ഉപയോഗിക്കേണ്ടതില്ലെന്നും PC ജോർജ് പറഞ്ഞു. അതേസമയം വ്യാജ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ശിക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള കൺസെഷൻ കാർഡ് ഉപയോഗിച്ച് ജൂലൈ 15 വരെ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാം. കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത STFC കാർഡുകളാണ് സ്ഥാപനങ്ങൾ നൽകുന്ന തിരിച്ചറിയൽ കാർഡുകളോ ഉപയോഗിക്കാം. പുതിയ കാർഡുകൾ തയ്യാറാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനാണ് ഈ നടപടി. ഇടവേള. ചേക്കോട്ട് ഏജൻസീസ് ചാലിങ്കൽ ബിൽഡിംഗ് ഫെഡറൽ ബാങ്കിന് എതിർവശം പഴവങ്ങാടി റാന്നി. ബ്രാൻഡഡ് PC, അസംബിൾഡ് PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, ചിപ്പ് ലെവലിംഗ്, CCTV ക്യാമറ, നെറ്റ്വർക്കിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുവാൻ ചേക്കോട്ട് ഏജൻസീസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിംഗ്, പഴവങ്ങാടി, റാന്നി. ഫോൺ 04735 225056, 9946600080, 8943344044. കൂടുതൽ വിവരങ്ങൾക്ക് www.chekotagencies.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. സിറ്റി വാർത്തയ്ക്ക് പ്രയോജനം കണ്ടു. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന കരികുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണയുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്തെത്തി. സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക രൂപരേഖ തയ്യാറാക്കി നാട്ടുകാരുടെ സഹകരണത്തോടെ സ്കൂളിനെ ജില്ലയിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നാക്കി തീർക്കുവാനാണ് പരിഷത്ത് ശ്രമിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിട്ടും അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലെത്തി നിൽക്കുന്ന റാന്നി കരികുളം ഗവൺമെന്റ് LP സ്കൂളിനെ കുറിച്ച് സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു. അൺഎയ്ഡഡ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏതു സ്കൂളിനോടും കിടപിടിക്കത്തക്ക രീതിയിൽ ഭൗതിക സാഹചര്യങ്ങളുള്ള സ്കൂളാണിത്. റാന്നി ഉപവിദ്യാഭ്യാസ ജില്ലയിലെ തന്നെ ഏറ്റവും ആകർഷകമായ അന്തരീക്ഷമുള്ള സ്കൂൾ കൂടിയാണിത്. അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ആത്മാർത്ഥതയുള്ള ടീച്ചർമാരുണ്ടായിരുന്നിട്ടുകൂടി ഇവിടെ 1 മുതൽ 4 ക്ലാസ്സുകളിലായി പഠിക്കുന്നത് വെറും 12 കുട്ടികൾ മാത്രമാണ്. ഈ കൊല്ലം 1ാം ക്ലാസ്സിൽ പുതിയതായി ചേരുവാൻ വന്നതാവട്ടെ ഒരു കുട്ടിയും. ഈ വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സംപ്രേഷണം ചെയ്തത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ റാന്നി മേഖലാ പ്രവർത്തകർ സ്കൂൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായി പരിഷത്ത് എല്ലാ പിന്തുണയും അറിയിച്ചത്. സ്കൂളിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിന് സ്കൂൾ അധ്യാപകർ, PTA, നാട്ടുകാർ എന്നിവരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും സ്കൂളിനെ പരിഷത്ത് ഏറ്റെടുക്കുക എന്ന് പരിഷത്തിന്റെ മേഖലാ സെക്രട്ടറി ജോബി മാത്യു, പ്രസിഡന്റ് ബാബുരാജ്, റാന്നി യൂണിറ്റ് സെക്രട്ടറി ആലിച്ചൻ ആരതി എന്നിവർ അറിയിച്ചു. കരികുളം ഗവൺമെന്റ് LP സ്കൂളിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയും അൺഎക്കോമിക്കലായിട്ട് ആ സ്കൂള് തുടർ പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുകയും വളരെ 12 കുട്ടികൾ മാത്രം ആണ് ഈ വർഷത്തെ അധ്യയന വർഷം അവിടെ പഠനത്തിനായിട്ടുള്ളത്. ആ സ്കൂളിന്റെ പാഠ്യേതര പദ്ധതിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിനുവേണ്ട എല്ലാവിധ പ്രോത്സാഹനവും സപ്പോർട്ടും
ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യവും ഭൗതിക സാഹചര്യമുള്ളൊരു സ്കൂളാണ്. ഇവിടുത്തെ ഒരു എയ്ഡഡ് സ്കൂൾ പോലും അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂൾ പോലും ഇത്ര മനോഹരമാക്കി തീർത്തിട്ടില്ല. അത്രയേറെ മനോഹരമാണ് ആ സ്കൂളിൻ്റെ ആർട്ട് വർക്കുകളും മറ്റു കാര്യങ്ങളും. അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടുത്തെ നാട്ടുകാർക്ക് ആ സ്കൂളിനെ പറ്റി യാതൊരു കാര്യവും അറിയില്ല എന്നുള്ളതാണ്. നാട്ടുകാരുടെ മറ്റ് പ്രവർത്തനങ്ങൾ ആ സ്കൂളിനോട് ബന്ധിപ്പിക്കാൻ അധ്യാപകരോ അല്ലെങ്കിൽ PTO ശ്രമിക്കുന്നില്ല എന്നൊരു കാരണം കൂടെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ ഈ വർഷം തന്നെ കേരളത്തിൽ ഇറങ്ങിയേക്കുന്ന ഏറ്റവും മികച്ച പാഠാവലിയാണ് 1, 3, 5 ഈ വർഷത്തെ. ഇത്രയേറെ നല്ല മനോഹരമായൊരു പുസ്തകം. ആ പുസ്തകം എന്താണെന്ന് പോലും തൊട്ടടുത്തുള്ള സമീപവാസികളിലെ കുട്ടികൾക്ക് പോലും അറിയുന്നതാണ്. അപ്പോൾ ഈ നല്ല പാഠ്യപദ്ധതികളും നല്ല അധ്യാപകരും ഉണ്ടെങ്കിൽ ഈ സ്കൂളിലേക്ക് താനെ കുട്ടികൾ ഒഴുകി വെക്കുന്നതാണ്. നല്ല പാഠ്യപ്രവർത്തനങ്ങളും അതിലുപരിയായി പാഠ്യേതര പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്കൂൾ മെച്ചമാക്കും. ഇത്തരുണത്തിൽ ഒരു സ്കൂൾ ഇനി അടച്ചുപൂട്ടാൻ പാടില്ല. അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുഴുവൻ യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ കൂടി ആ സ്കൂളിലേക്ക് മറ്റ് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് അതുവഴി കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് അടുത്ത വർഷം മികച്ച ഒരു കുറ്റമറ്റ സ്കൂളായിട്ട് അത് മാറ്റണം എന്നാണ് ശാസ്ത്ര ആഗ്രഹിക്കുന്നത്. സ്കൂളിൽ നിന്നും പഠിച്ച് പുറത്തും ലോകരാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് നല്ല നിലയിൽ ഉള്ള മലയാളികളും ഒക്കെ അവരുടെ എല്ലാം ഒരു മുൻകൈയോടുകൂടി തന്നെ ഇത്തരം സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത അധ്യയന വർഷം ഈ സ്കൂളിനെ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളുടെ എണ്ണത്തിലും ജില്ലയിലെ തന്നെ ഒന്നാമത്തെ സ്കൂളാക്കുക എന്നതാണ് പരിഷത്ത് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. പമ്പാ നദിയിൽ രൂപാന്തരപ്പെടുന്ന തുരുത്തുകൾ നദിയെ നാശത്തിലേക്ക് നയിക്കുന്നു. സ്വാഭാവിക നീരൊഴുക്കിനെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം തുരുത്തുകൾ നീക്കം ചെയ്ത് പമ്പയെ സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നദീതീര സംരക്ഷണത്തിന് കോടികൾ സർക്കാർ ചെലവഴിക്കുമ്പോൾ നദീ സംരക്ഷണത്തിന് 1 പൈസ പോലും സർക്കാർ ചെലവഴിക്കുന്നില്ല. പമ്പയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉയർന്നുവരുന്ന ചെറുതുരുത്തുകൾ ഭീഷണിയാവുകയാണ്. അയിരൂർ നീലംപ്ലാവിൽ നീർപ്പാലത്തിന് താഴെയായി പുതിയാവ് ക്ഷേത്രക്കടവിന് മുകളിലുമായിട്ടാണ് വ്യാപകമായ തോതിൽ തുരുത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. കൂടാതെ നദിയിൽ മരങ്ങളും വളർന്നു നിൽക്കുകയാണ്. നദിയിലെ മണ്ണൊലിപ്പാണ് തുരുത്തുകൾ രൂപപ്പെടുവാനുള്ള മുഖ്യ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അനിയന്ത്രിതമായ മണൽവാരൽ നദിയുടെ ആഴം കൂട്ടുന്നതിനും മണൽപ്പരപ്പിലെ പാറകളും മറ്റും തെളിഞ്ഞു വരുന്നതിനും കാരണമായി. കൂടാതെ വെള്ളപ്പൊക്ക സമയത്ത് ഒഴുകി വരുന്ന ചെടികളും മണ്ണും ഈ പാറക്കൂട്ടങ്ങളിൽ തങ്ങി പിന്നീട് അവ വേരുപിടിച്ച് പടരുവാനും ഇടയാകുന്നു. ഇതും നദിയിൽ തുരുത്തുകൾ രൂപാന്തരപ്പെടുവാനും കാരണമായി. ഇതുമൂലം നദികളുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാവുകയും നദി 2ആയി പിരിയുവാനും ഇടയായി. കടുത്ത പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ് ഈ തുരുത്തുകൾ മൂലം പമ്പയ്ക്ക് സംഭവിക്കുന്നത്. നദിയിൽ തള്ളുന്ന മാലിന്യങ്ങൾ വന്നടിയുന്നതും ഈ തുരുത്തുകളിലാണ്. ഇവയഴുകി പിന്നീട് സമീപത്തെ ജലം കൂടി മലിനമാക്കുകയും ആ മലിനജലം വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. തുരുത്തുകൾ രൂപാന്തരപ്പെട്ട് വീരജന്മമടഞ്ഞ ഒരു നദിയാണ് പമ്പയുടെ തന്നെ കൈവഴിയായ വരട്ടാർ. പമ്പയുടെ മരണം ആസന്നമാണെന്നും പ്രതിവിധികൾ ചെയ്യണമെന്നുമൊക്കെയുള്ള മുറവിളികൾ ഉയരുമ്പോഴും തീരസംരക്ഷണത്തിനായി കോടികൾ ചെലവഴിക്കുമ്പോഴും നദീ സംരക്ഷണത്തിനായി ഒരു ചില്ലി പൈസ പോലും സർക്കാരിന് ചെലവഴിക്കാനാകുന്നുമില്ല. നദീ സംരക്ഷണം ജലസംരക്ഷണമാണെന്നുള്ള അവബോധം സൃഷ്ടിക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. അത് വരും തലമുറയിൽ തന്നെ തുടങ്ങുകയും വേണം. എങ്കിലേ ഈ പുണ്യനദി പാലൂട്ടി വളർത്തിയ ഒരു സംസ്കാരം നശിക്കാതിരിക്കുകയുള്ളൂ. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സബ് ആർടി ഓഫീസിൽ 15/5/2014 മുമ്പ് സമർപ്പിച്ച ഇനിയും തീർപ്പ് കൽപ്പിച്ചിട്ടില്ലാത്ത അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ ഭാഗമായി 11-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് റാന്നി സബ് ആർടി ഓഫീസിൽ വെച്ച് അദാലത്ത് നടത്തുമെന്ന് റാന്നി RTO അറിയിച്ചു. അപേക്ഷകൻ അപേക്ഷയോടൊപ്പം അപേക്ഷ സമർപ്പിച്ചതിന്റെ കൗണ്ടർ ഫോയിലുമായി അന്നേ ദിവസം ഓഫീസിൽ ഹാജരാകേണ്ടതാണെന്നും അല്ലാത്തപക്ഷം അപേക്ഷയിൽ ഏകപക്ഷീയമായി തീർപ്പ് കൽപ്പിക്കുന്നതാണെന്നും RTO അറിയിച്ചു. ഒരു ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab. Accurate, affordable, fast and impressive
services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി ഇട്ടിപ്പാറ കോളേജ് റോഡിൽ മദ്യപന്മാരുടെ ശല്യം രൂക്ഷമാകുന്നതായി പരാതി ഉയരുന്നു. കോളേജ് റോഡിൽ മാറ്റിസ്ഥാപിച്ച വിദേശ മദ്യവിൽപ്പനശാല അവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ബാർ ഹോട്ടലിന് മുമ്പിൽ മദ്യപന്മാരുടെ പണപ്പിരിവും പണം നൽകിയില്ലെങ്കിൽ അവരിൽ നിന്നുള്ള അസഭ്യവർഷവും ഏൽക്കേണ്ടി വരുന്നതായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ പരാതിപ്പെടുന്നു. റാന്നി ഇട്ടിയപ്പാറ കോളേജ് റോഡിലേക്ക് മാറ്റി സ്ഥാപിച്ച വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിൽപ്പനശാലയിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശത്തും തോന്നിയ പോലെ പാർക്ക് ചെയ്യുന്നത് കാരണം പൊതുവെ വീതി കുറഞ്ഞതും എന്നാൽ ഗതാഗത തിരക്ക് ഏറെയുള്ളതുമായ ഈ റോഡിൽ ട്രാഫിക് കുരുക്ക് നിത്യകാഴ്ചയാണ്. കൂടാതെ ഈ റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബാർ ഹോട്ടലിൽ എത്തുന്ന ടൂ വീലർ അടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഇതേ അവസ്ഥയിലാണ്. അതുകൂടാതെ ഇതുവഴി കടന്നു പോകുന്ന സ്വകാര്യ ബസ്സുകൾ ആളെ കയറ്റുന്നതും ഇറക്കുന്നതും ഈ ഹോട്ടലിന്റെ മുൻവശത്തും വിദേശ മദ്യ ഷോപ്പിന് മുൻവശത്തുമായിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ബസ് സ്റ്റോപ്പായി മാറിയിട്ടുമുണ്ട്. മദ്യവിൽപ്പനശാല അവിടെ നിന്നും മാറ്റണമെന്ന് ബഹുജന സംഘടനകളിൽ നിന്ന് ആവശ്യം ഉയർന്നിട്ടും ബന്ധപ്പെട്ടവർ അത് ഗൗരവമായി കണക്കിലെടുക്കുന്നില്ലെന്ന പരാതി ഉയരുകയാണ്. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി വിദ്യാർത്ഥികളും നൂറുകണക്കിന് മറ്റ് യാത്രക്കാരും നിത്യേന സഞ്ചരിക്കുന്ന ഈ റോഡിലൂടെ ഇപ്പോൾ പകൽ സമയത്ത് പോലും നടക്കുവാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഭയമായിരിക്കുകയാണ്. ബാർ ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്ന മദ്യപാന്മാർ തമ്പടിക്കുന്നത് ഈ റോഡിലാണ്. റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും നോക്കി ഈ കൂട്ടർ അശ്ലീല ചുവയുള്ള ഭാഷാപ്രയോഗങ്ങളും ആംഗ്യപ്രയോഗങ്ങളും നടത്താറുണ്ട്. സ്ഥിരം മദ്യപാനികളും ജോലിയും കൂലിയുമില്ലാതെ രാവിലെ മുതൽ റോഡിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പിരിവാണ് ഇവരുടെ മുഖ്യ തൊഴിൽ. ചോദിക്കുന്ന പൈസ ഇവർ മദ്യപിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവരുടെ വായിൽ വരുന്ന ചീത്തവിളി മുഴുവനും കേൾക്കേണ്ടത് വഴിയാത്രക്കാരാണ്. സ്ത്രീകളോടാണ് ഇവരുടെ പരാക്രമം. ഇവരുടെ മുന്നിൽ പൈസയ്ക്കായി കൈനീട്ടുന്ന ഇവർക്ക് പൈസ നൽകിയില്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം കേൾക്കേണ്ടി വരുന്നത് ഒരിക്കലും നനച്ചാലും കുളിച്ചാലും പോകാത്ത തരത്തിലുള്ള അശ്ലീല പദപ്രയോഗങ്ങളായിരിക്കും. മിക്കപ്പോഴും മറ്റാരും കേൾക്കാതെയായിരിക്കും ഇക്കൂട്ടർ അസഭ്യവർഷം നടത്തുന്നതും. അതിനാൽ തന്നെ അപമാന ഭയം ഓർത്ത് അധികം സ്ത്രീകളോ കുട്ടികളോ വിവരം പുറത്തു പറയാറുമില്ല. റാന്നിയിൽ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ബാർ ഹോട്ടൽ കൂടി പൂട്ടിയതോടെയാണ് കോളേജ് റോഡിലെ ബാർ ഹോട്ടലിന് മുമ്പിൽ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചത്. വില കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക കൗണ്ടറുകൾ തുറന്നത് കാരണം അവിടെ എത്തുന്നവരുടെ തിരക്കും വർദ്ധിക്കുകയാണ്. ഈ റോഡിലൂടെയുള്ള സ്വൈര്യസഞ്ചാരത്തിന് വിഘാതമായി തീർന്ന വിദേശ മദ്യ വിൽപ്പനശാല അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നും ബാർ ഹോട്ടലിന് മുമ്പിലെ മദ്യപാന്മാരുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം നിരവധി ഭാഗത്തുനിന്നും ഇപ്പോൾ ഉയരുകയാണ്. റാന്നി പോലീസ് ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നും ആവശ്യവും ശക്തമാണ്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണസമരമുണ്ടായിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരാണ് ഇതിന് കാരണം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ മുറുകുമ്പോഴും നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിയമനം വൈകുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിന് അതൃപ്തി. UDF റാന്നി നിയോജക മണ്ഡലം ചെയർമാനും കേരള കോൺഗ്രസ് എം നേതാവുമായ ആലിച്ചൻ ആറോന്നിൽ കേരള കോൺഗ്രസിന്റെ അമർഷവും പ്രതിഷേധവും അറിയിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തിനായി കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരാട്ടമാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാൻ തടസ്സമായി നിൽക്കുന്നതെന്നാണ് ആലിച്ചൻ ആറോന്നിൽ പറഞ്ഞത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് UDF നേതൃത്വം ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം. അതിന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടത്. കോൺഗ്രസ് അംഗങ്ങളുടെ മാത്രം പിന്തുണ കൊണ്ടല്ല, മറിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ടാണ് ഭരണം നിലനിർത്താൻ കഴിയുന്നതെന്നും കോൺഗ്രസ് ഓർക്കണമെന്നും ആലിച്ചൻ ആറോന്നിൽ പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരള കോൺഗ്രസ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ആലിച്ചൻ ആറോന്നിൽ പറഞ്ഞു. പ്രശ്നത്തിൽ ജില്ലാ UDF ഘടകം അടിയന്തരമായി ഇടപെടണമെന്നും ആലിച്ചൻ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബെന്നി പുത്തമ്പറമ്പിൽ രാജിവെച്ചതോടുകൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിസന്ധി ഉടലെടുത്തത്. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ പാർലമെന്ററി പാർട്ടി ഇതിനോടകം തന്നെ പല പ്രാവശ്യം കൂടിയിരുന്നു. ഗ്രൂപ്പ് പോര് കാരണം തീരുമാനമെടുക്കാതെ പിരിയുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തിനായി അഡ്വക്കേറ്റ് TS സജിയും അനിവലികാലായും നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ച് രംഗത്തുണ്ട്. ഇവരെ കൂടാതെ ഇതുവരെ നിശബ്ദരായിരുന്ന ചില കോൺഗ്രസ് അംഗങ്ങൾ കൂടി അവകാശവാദവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. നാളിതുവരെ ഒരു പട്ടികജാതിക്കാരനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ടില്ലെന്നും ആയതിനാൽ തനിക്ക് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നും KK പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടതായിട്ടാണ് അറിവ്. പ്രസിഡന്റ് സ്ഥാനത്തിനായി AI ഗ്രൂപ്പുകൾ തമ്മിൽ പോരുമുറുകിയതോടെ പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയും DCC നേതൃത്വത്തിന്റെ മുന്നിൽ മങ്ങിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് TS സജിക്ക് വേണ്ടിയാണ് ബെന്നി പുത്തമ്പറമ്പിലിനെ രാജിവെപ്പിച്ചതെന്ന നേരത്തെ തന്നെ ശ്രുതി ഉണ്ടായിരുന്നു. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സൂസൻ അലക്സാണ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഇപ്പോൾ സൂസൻ അലക്സാണ് നിർവഹിക്കുന്നത്. 2013-14 വർഷത്തെയും 2014-15 വർഷത്തെയും ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പൂർത്തിയാക്കേണ്ടതും തുടങ്ങേണ്ടതുമായ ഒട്ടനവധി പദ്ധതികളാണ് പ്രസിഡന്റിന്റെ അഭാവം മൂലം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് പോരിന്റെ പേരിൽ ഇവിടെ തകർക്കപ്പെടുന്നത് ജനാധിപത്യ മൂല്യങ്ങളാണെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഓർക്കണം. അവസാനം ഈ മാസം 23-ാം തീയതി വരെ സമയം നീട്ടിക്കിട്ടിയതായിട്ടാണ് അറിവ്. അന്ന് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇതിനോടകം തന്നെ രേഖാമൂലം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അത്രയും സമയം നീട്ടിക്കിട്ടിയതിലുള്ള ആശ്വാസത്തിലാണ് ഭരണസമിതി. സിറ്റി ന്യൂസ് റാന്നി. ലോകകപ്പ് ഫുട്ബോൾ ആവേശമുണർത്താൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ 13-ന് 9:30 ജില്ലാ സ്റ്റേഡിയത്തിൽ വനിതാ ഫുട്ബോൾ മത്സരം നടത്തുമെന്ന്
പ്രസിഡന്റ് സലീം പി ചാക്കോ അറിയിച്ചു. 11:30 ഹൈസ്കൂൾ വിദ്യാർത്ഥികളായി ക്വിസ് മത്സരവും സംഘടിപ്പിക്കും. പങ്കെടുക്കുന്നവർ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. എരുമേലി KSRTC സ്റ്റാൻഡിനോട് ചേർന്ന് ദേവസ്വം ബോർഡ് സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധം. BMSന്റെ നേതൃത്വത്തിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. എരുമേലി KSRTC ബസ് സ്റ്റാൻഡിൽ ദേവസ്വം ബോർഡ് സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എരുമേലി രാജാപ്പടിക്കലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളി BMSന്റെ നേതൃത്വത്തിൽ ഹൈമാക്സ് ലൈറ്റിൽ റീത്ത് വെച്ചും മെഴുകുതിരി കത്തിച്ചും പ്രതിഷേധം അറിയിച്ചത്. രാവിലെ 9 മണിയോടെ എരുമേലി പേട്ടക്കവലിൽ നിന്ന് പ്രകടനമായി എത്തിയ നിരവധി തൊഴിലാളികൾ ബസ് സ്റ്റാൻഡിലെത്തിയാണ് റീത്ത് സമർപ്പിച്ചത്. ലൈറ്റ് സ്ഥാപിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനക്ഷമമാക്കുവാനോ കറണ്ട് കണക്ഷൻ ലഭ്യമാക്കുവാനോ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചിരുന്നില്ല. വൈകുന്നേരം 6 മണി കഴിയുന്നതോടെ ബസ് സ്റ്റാൻഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും പൂർണ്ണമായും ഇരുട്ടിലാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നിയോജക മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിൽ ഭരണസമിതികൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എരുമേലി പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുവാൻ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത യുവമോർച്ച പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് CM രമേശ് പറഞ്ഞു. എരുമേലി പഞ്ചായത്ത് തലത്തിൽ പോലും വളരാൻ സാധിക്കുന്നില്ല. കേരളത്തിലെ ഇത്രയും അതപ്പതിച്ച ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് എരുമേലി ആയിരിക്കും. വികസനം കവിഞ്ഞു ബഹുദൂരം അതിവേഗം വളർന്നു വരുന്ന ഒരു എരുമേലി എന്നാണ് പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്യുന്നതിൽ അമ്പേ പരാജയപ്പെട്ട ഒരു ഭരണസമിതി, അതിന് കുട പിടിക്കുന്ന ഒരു പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണെങ്കിൽ അമർച്ച ചെയ്യുന്ന ഒരു ഭീകര സംഘമായിട്ട് മാറിയിരിക്കുന്നു എരുമേലി പഞ്ചായത്ത് ഭരണസമിതി. അവർക്കെതിരെ ഇതുപോലെ ഒരു പ്രതിഷേധം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക, ഇല്ലെന്നോർത്ത് സമാധാനിക്കുക. ചെയ്തു വെച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിനുള്ള തന്റെ ഇടമില്ലെങ്കിൽ രാജിവെക്കുക, രാജിവെച്ച് പുറത്തു പോവുക എന്നാണ് ഞങ്ങൾക്ക് ഭരണസമിതിയോട് പറയാനുള്ളത്. പേട്ടക്കവലിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് K ഷിബു, അജി, റെജി, ഷിനോ, അജിമോൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി തൊഴിലാളികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. നിര്യാതയായി. റാന്നി വെന്മേലിൽ ചാച്ചിയമ്മ തോമസ് നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം 13-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് റാന്നി IPC ഹെബ്രോൺ ചർച്ചിന്റെ സെമിത്തേരിയിൽ നടക്കും. പരേത പ്രാവൻകൂട് പുതുച്ചിറ കുടുംബാംഗമാണ്. ലൗലി, ഷേർലി എന്നിവർ മക്കളും MJ കോശി, വിൽസൺ തോമസ് എന്നിവർ മരുമക്കളുമാണ്. റാന്നി തൂളിമൺ പേഴുംകുളത്ത് മാത്യൂസ് പി തോമസ് ബേബിക്കുട്ടി നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം 11-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഈട്ടിച്ചുവട് ഇവാഞ്ചലിക്കൽ പള്ളിയിൽ നടക്കും. ഭാര്യ കുഞ്ഞന്നാമ്മ തിരുവല്ല വേങ്ങയിൽ കുടുംബാംഗമാണ്. സന്തോഷ് ഏക മകനാണ്. മരുമകൾ ലിസി. റാന്നി ചെറുകുളഞ്ഞി പുളിന്തോട്ടത്തിൽ മോഹൻപിള്ള നിര്യാതനായി. 65 വയസ്സായിരുന്നു. ആധാരമെഴുത്തായിരുന്നു ജോലി. സംസ്കാരം നാളെ 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ശാന്തമ്മയാണ് ഭാര്യ. അനൂപ്, അമല എന്നിവർ മക്കളും വിജി, അമരേഷ് എന്നിവർ മരുമക്കളുമാണ്. റാന്നി ചെറുകുളഞ്ഞി സ്വദേശികളായ സതീഷ്, വിനീത എന്നിവരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കോയമ്പത്തൂരിൽ കണ്ടെത്തി. മരണകാരണം വ്യക്തമല്ല. ഇരുവരുടെയും ബന്ധുക്കൾ കോയമ്പത്തൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിൽ MPമാർ യോജിച്ചു നിൽക്കണമെന്നും സുധീരൻ. അന്യസംസ്ഥാനത്ത് നിന്നും കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതിനെ മനുഷ്യക്കടത്ത് എന്ന് അധിക്ഷേപിക്കരുതെന്ന് ഗവൺമെന്റ് ചീഫ് PC ജോർജ്.
സിറ്റി ന്യൂസ് ഇമ്പാക്ട്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന റാന്നി കരികുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെടുന്നു. സ്കൂളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കുമെന്ന് ഭാരവാഹികൾ. റാന്നി ഇട്ടിയപ്പാറ കോളേജ് റോഡിൽ മദ്യപന്മാരുടെ ശല്യം വർദ്ധിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ മദ്യപന്മാരുടെ അസഭ്യവർഷം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.